വെൽക്കം ബാക്ക് ടു സി എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ടോപ്പിക്ക് സെറോളജിക്കൽ ടെക്നിക്കാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ ഒരു 2 ക്ലാസ്സിലൂടെയാണ് ഇത് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻസ് ഇൻ വിട്രോ ആർ നോൺ ആസ് സെറോളജിക്കൽ റിയാക്ഷൻസ്. അതായത് ആൻറ്റിജൻ്റെയും ആൻറ്റിബോഡിയുടെയും ഇൻ വിട്രോയിലുള്ള ഇൻട്രാക്ഷനെയാണ് സെറോളജിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ദ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ് ഓഫ് സെറോളജിക്കൽ ടെസ്റ്റ്. ഈ ഒരു സെറോളജിക്കൽ ടെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സാണ് ഫസ്റ്റ് വൺ സ്പെസിഫിസിറ്റി ആൻഡ് സെക്കൻഡ് വൺ സെൻസിറ്റിവിറ്റി. ഇനി എന്താ സ്പെസിഫിസിറ്റി എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ഓഫ് ടെസ്റ്റ് ടു ഡിറ്റക്ട് റിയാക്ഷൻസ് ബിറ്റ്വീൻ ഹോമോലോഗസ് ആൻറ്റിജൻസ് ആൻഡ് ആൻറ്റിബോഡീസ് ഓൺലി. അതായത് ഹോമോലോഗസ് ആയിട്ടുള്ള ആൻറ്റിജനും അതുപോലെ ആൻറ്റിബോഡിയും തമ്മിലുള്ള അവയ്ക്കിടയിലുള്ള റിയാക്ഷൻസിനെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റിൻ്റെ എബിലിറ്റിനെയാണ് സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത്. ഫോൾസ് പോസിറ്റീവ് റിയാക്ഷൻസ് ആർ മിനിമൽ ഇൻ ഹൈലി സ്പെസിഫിക് ടെസ്റ്റ്. ഒരു ഹൈലി സ്പെസിഫിക് ടെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഒരു ഫോൾസ് പോസിറ്റീവ് റിയാക്ഷൻസ് അവിടെ മിനിമൽ ആയിരിക്കും. ഇനി എന്താ സെൻസിറ്റിവിറ്റി എന്ന് വെച്ചാൽ, അപ്പോൾ സെൻസിറ്റിവിറ്റി എന്ന് വെച്ചാൽ ദ എബിലിറ്റി ഓഫ് ടെസ്റ്റ് ടു ഡിറ്റക്ട് വെരി മൈന്യൂട്ട് ക്വാണ്ടിറ്റീസ് ഓഫ് ആൻറ്റിജൻ ഓർ ആൻറ്റിബോഡി. ഈ ഒരു ആൻറ്റിജൻ്റെയും ആൻറ്റിബോഡിയുടെയും മൈന്യൂട്ടായിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നതിനുള്ള ഈ ഒരു ടെസ്റ്റിൻ്റെ എബിലിറ്റിനെയാണ് സെൻസിറ്റിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണെങ്കിൽ, അപ്പോൾ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റ് ആണെങ്കിൽ ഫോൾസ് നെഗറ്റീവ് റിസൾട്ടുകൾ മിനിമൽ ആയിരിക്കും. എന്താണ് ഫോൾസ് ആയിട്ടുള്ള നെഗറ്റീവ് റിസൾട്ടുകൾ മിനിമൽ ആയിരിക്കും. ടൈറ്റർ ഓഫ് ദ സെറം എന്ന് പറയുന്നത് അതാണ് ഒരു ഹയസ്റ്റ് ഡൈലൂഷൻ ഓഫ് സെറം എന്ന് പറയുന്നത്. സെറത്തിൻ്റെ ഒരു ഹയസ്റ്റ് ഡൈലൂഷനാണ്. അതെന്താ കാണിക്കുന്നത്, ഒരു പർട്ടിക്കുലർ ടെസ്റ്റിൽ ഉള്ള ആൻറ്റിജനുമായിട്ടുള്ള ഒരു ഒബ്സർവബിൾ ആയിട്ടുള്ള റിയാക്ഷനെയാണ് ഈ ഒരു ടെസ്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈറ്റർ ഓഫ് ദ സെറം ഷോ ചെയ്യുന്നത്. ടൈറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു ലബോറട്ടറി ടെസ്റ്റാണ്. അത് മെഷർ ചെയ്യുന്നത് ദ പ്രസൻസ് ആൻഡ് എമൗണ്ട് ഓഫ് ആൻറ്റിബോഡീസ് ഇൻ ദ ബ്ലഡിൽ ഉള്ള ആൻറ്റിബോഡീസിൻ്റെ പ്രസൻസും അതുപോലെ അതിൻ്റെ ആ ഒരു എമൗണ്ടുമാണ് അതിൽ മെഷർ ചെയ്യുന്നത്. Then the titer is determined by serially diluting the serum fraction of blood and assaying each dilution of the serum with the antigen of interest. അതായത് ഈ ഒരു ടൈറ്റർ എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മൾ സീരിയൽ ഡൈലൂഷൻ വഴിയാണ്. അപ്പോൾ അതിലെന്താ ചെയ്യുന്നത്, സീരിയലി ഡൈലൂട്ടിങ് ദ സെറം ഫ്രാക്ഷൻ ഓഫ് ബ്ലഡ്. ആ ഒരു ബ്ലഡിലത്തെ സെറം ഫ്രാക്ഷനെ അത് സീരിയലി ഡൈലൂട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അസേ ചെയ്തിട്ട് ഈ ഓരോ ഡൈലൂഷനെയും അസേ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. The last dilution of the serum sample that respond in the assay determine the titer. അപ്പോൾ ഈ ലാസ്റ്റ് ഡയലൂഷൻ ഉണ്ട്, ഈ ഒരു സെറം സാമ്പിളിൻ്റെ ലാസ്റ്റ് ഡയലൂഷൻ ഉണ്ടായിരിക്കും. അതാണ് ഈ ഒരു ടൈറ്ററിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. The greater the concentration of the specific antibody in the serum sample, the higher the ടൈറ്റർ. അതായത് ഇപ്പോൾ ഈ ഒരു നമ്മളുടെ ഈ ഒരു സാമ്പിളിൽ ഉള്ള ഒരു സ്പെസിഫിക് ആൻറ്റിബോഡിയുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കൂടുതലാണെങ്കിൽ അവിടെയുള്ള ആ ഒരു ടൈറ്റർ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ദ ലോ ഓർ അൺഡിറ്റക്റ്റബിൾ ടൈറ്റർ ഇൻഡിക്കേറ്റ് വെരി ലിറ്റർ ആൻറ്റിബോഡി പ്രസൻറ്റ് ഇൻ ദ സെറം. അപ്പോൾ അതിൽ കുറവായിട്ടുള്ള അല്ലെങ്കിൽ അൺഡിറ്റക്റ്റബിൾ ആയിട്ടുള്ള ടൈറ്റർ ആണെങ്കിൽ അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഒരു വെരി ലിറ്റിൽ ആൻറ്റിബോഡി മാത്രമായിരിക്കും ആ ഒരു സെറത്തിൽ അടങ്ങിയിട്ടുള്ളത്. പ്രോസോൺ ഫിനോമിനോൺ. എന്താണ് പ്രോസോൺ ഫിനോമിനോൺ എന്ന് പറയുന്നത്? ആൻറ്റിജൻ ആൻറ്റിബോഡിയുടെ റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അതായത് ഗ്രേറ്റ്ലി അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ആൻറ്റിജൻ്റെയും ആൻറ്റിബോഡിയുടെയും പ്രൊപ്പോർഷനാണ്, അളവുകളാണ്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് സ്ട്രോങ്ങർ ആവുന്നത് അവിടെ ഉള്ള ആൻറ്റിജൻ അതുപോലെ തന്നെ ആൻറ്റിബോഡി എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിമൽ കോൺസെൻട്രേഷനിലാണെങ്കിൽ, അതായത് ഒരു സോൺ ഓഫ് ഇക്വാലൻസിലാണെങ്കിൽ എന്താണ് ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് സ്ട്രോങ്ങർ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. അതായത് ആൻറ്റിജൻ്റെയും ആൻറ്റിബോഡിയുടെയും ഈ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഒപ്റ്റിമം കോൺസെൻട്രേഷൻ ആണെങ്കിൽ അവിടെ നടക്കുന്ന റിയാക്ഷൻ സ്ട്രോങ്ങർ ആയിരിക്കും. ദ എക്സസ് എമൗണ്ട് ഓഫ് ആൻറ്റിബോഡിയുടെ ഈ ഒരു എമൗണ്ട് എക്സസ് ആണെങ്കിൽ അവിടെ ചിലപ്പോൾ ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് റിസൾട്ടാണ് അവിടെ ഉണ്ടാവുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്, അതൊരു ഫെയിലിയർ ഓഫ് റിയാക്ഷൻ ആയിരിക്കും. ഈ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻസ് ഇൻവിട്രോ ആയിട്ട്
യൂസ് ചെയ്യുന്നത്. അതിൽ വരുന്നതാണ് അഗ്ലൂട്ടിനേഷൻ, പ്രസിപ്പിറ്റേഷൻ, ന്യൂട്രലൈസേഷൻ, കോംപ്ലിമെൻറ്റ് ഫിക്സേഷൻ, ഫ്ലൂറസെൻ്റ് ആൻറ്റിബോഡി ടെക്നിക്, എലിസ എന്ന് പറയുമ്പോൾ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻറ്റ് അസേ, ദെൻ റേഡിയോ ഇമ്മ്യൂണോ അസേ ആൻഡ് ഇമ്മ്യൂണോ ക്രൊമറ്റോഗ്രാഫിക് ടെക്നിക്ക്. അപ്പോൾ ഇതെല്ലാമാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്. പ്രസിപ്പിറ്റേഷൻ റിയാക്ഷനിൽ പറയുന്നത് when a soluble antigen combines with its antibody in the presence of electrolyte NaCl at a suitable temperature and pH, the antigen antibody complex forms an insoluble precipitate. അതായത് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറും പി എച്ചും അതേപോലെ തന്നെ അവിടെ ഒരു ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള NaCl പ്രസൻസും കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു സോലുബിൾ ആയിട്ടുള്ള ആൻറ്റിജൻ ആൻറ്റിബോഡിയുമായിട്ട് കമ്പൈൻ ചെയ്തതിന് ശേഷം ഈ ഒരു ആൻറ്റിജൻ ആൻഡ് ആൻറ്റിബോഡി കോംപ്ലക്സ് ഒരു ഇൻസോലുബിൾ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നു. ഇൻസ്റ്റെഡ് ഓഫ് സെഡിമെൻറ്റിങ് അറ്റ് ദ ബോട്ടം, ഈ ബോട്ടത്തിൽ സെഡിമെൻറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് ഈ ഒരു പ്രസിപ്പിറ്റേറ്റ്, ഈ ഒരു ഫൈൻ പാർട്ടിക്കിൾസിൻ്റെ ഈ ഒരു പ്രസിപ്പിറ്റേറ്റ് ഒരു എന്ത് ചെയ്യുന്നു, ഒരു ഫ്ലോക്യൂൾസ് ആയിട്ട് ഇതിൽ സസ്പെൻഡഡ് ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്, സസ്പെൻഡഡ് ആയിട്ട് റിമെയിൻ ചെയ്യുന്നു. ഈ ഒരു റിയാക്ഷനാണ് ഫ്ലോക്കുലേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഈ ഒരു റിയാക്ഷനാണ് ഫ്ലോക്യൂൾസായിട്ട് സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ആ ഒരു റിയാക്ഷനാണ് ഫ്ലോക്കുലേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇതിൽ വരുന്ന എക്സാമ്പിൾ VDRL ടെസ്റ്റാണ് ഇതിനൊരു എക്സാമ്പിളായിട്ട് പറയുന്നത്. അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ, when a particulate antigen is mixed with its antigen in the presence of electrolytes, suitable temperature and pH, produce clumps. അതായത് ഒരു പർട്ടിക്കുലേറ്റ് ആയിട്ടുള്ളൊരു ആൻറ്റിജനെ അതിൻ്റെ ആൻറ്റിബോഡി ആയിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ എന്തിൻ്റെയൊക്കെ പ്രസൻസിലാണ്, ഇലക്ട്രോലൈറ്റിൻ്റെയും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറും പി എച്ചിൻ്റെയും പ്രസൻസിൽ ഈ ഒരു പർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള ആൻറ്റിജനെ അതിൻ്റെ ആൻറ്റിബോഡിയുമായിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ അവിടെ ക്ലംസ് ഫോം ചെയ്യുന്നു. ഇത്തരത്തിലുള്ള സച്ച് റിയാക്ഷൻസ് ആർ കോൾഡ് അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത് മോർ സെൻസിറ്റീവാണ്. ഈ ഒരു പ്രിസിപ്പിറ്റേഷൻ റിയാക്ഷനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി സെൻസിറ്റീവായിട്ടുള്ള ഒന്നാണ് അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. മെനി സോലുബിൾ ആൻറ്റിജൻ ക്യാൻ ബി മെയ്ഡ് particulate by coating them onto RBC or other particles such as latex or carbon and react with the corresponding antibodies. Result in clumping is called passive agglutination. അതായത് സോലുബിൾ ആയിട്ടുള്ള ഈ ആൻറ്റിജനെ ഒരു RBCയിലോട്ടോ അല്ലെങ്കിൽ മറ്റ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ലാറ്റക്സ് അല്ലെങ്കിൽ കാർബൺ അതുമായിട്ട് കോട്ടിങ് ചെയ്യുകയാണെങ്കിൽ ഇത് അതിൻ്റെ ഒരു കറസ്പോണ്ടിങ് ആൻറ്റിബോഡീസുമായിട്ട് ഇത് റിയാക്ട് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു, റിസൾട്ടായിട്ട് ഒരു ക്ലംപിങ് ഫോം ചെയ്യുന്നു, റിസൾട്ട് ഇൻ ക്ലംപിങ്. അപ്പോൾ അതിനെയാണ് ഈ ഒരു പാസീവ് അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, ഇപ്പോൾ സോല്യൂബിൾ ആയിട്ടുള്ള ആൻറ്റിജൻസ് ഈ RBC അതുപോലെ തന്നെ ലാറ്റക്സ് അല്ലെങ്കിൽ കാർബൺ ഇതുമായിട്ട് കോട്ട് ചെയ്യുമ്പോൾ അത് അതിൻ്റെ കറസ്പോണ്ടിങ് ആൻറ്റിബോഡീസായിട്ട് റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ റിയാക്ട് ചെയ്തിട്ട് ക്ലംപിങ് ഫോം ചെയ്യുന്നു. ഇതിനെയാണ് പാസീവ് അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്നത്. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻറ്റ് അസേ അല്ലെങ്കിൽ എലിസ, ഈ ഒരു ടെക്നിക്കിൽ അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത് ഈ ഒരു ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ്റെ സ്പെസിഫിസിറ്റിയും അതുപോലെ എൻസൈമിൻ്റെ സെൻസിറ്റിവിറ്റിയുമാണ് യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഈ ഒരു എൻസൈം ലേബിൾഡ് ആയിട്ടുള്ള ആൻറ്റിജനോ അല്ലെങ്കിൽ ആൻറ്റിബോഡീനെയോ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഈ പേഷ്യൻറ്റിൻ്റെ സാമ്പിളിൽ നിന്നും ആൻറ്റിജനെയോ ആൻറ്റിബോഡീനെയോ ഡിറ്റക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. The result is obtained with the development of color formed as a result of the action of enzyme on the substrate which is otherwise colorless. അതായത് അവിടെ ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട്.
അവിടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ഡെവലപ്മെൻറ്റ് ഓഫ് എ കളറായിരിക്കും. അത് ഫോം ചെയ്യാൻ കാരണം ഈ ഒരു എൻസൈം സബ്സ്ട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആക്ഷൻ വഴിയാണ് ഇത്തരത്തിലൊരു കളർ ഫോമേഷൻ അവിടെ ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു റിയാക്ഷൻ അവിടെ നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് കളർലെസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതൊരു സിമ്പിളായിട്ടുള്ള എക്കണോമിക്കലായിട്ടുള്ള അതുപോലെ മോർ സെൻസിറ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു ELISA എന്ന് പറയുന്നത്. ദെൻ ELISA ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ആൻഡ് അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് ഫോമാറ്റ്സ്. ELISA എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡാണ്. ഇത് ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോമാറ്റിൽ അവൈലബിൾ ആണ്. ഒരു ക്വാളിറ്റേറ്റീവ് അനാലിസിസിന് വേണ്ടിയിട്ട് ഉള്ള ഒരു മോഡിഫിക്കേഷൻ, സിമ്പിൾ മോഡിഫിക്കേഷൻ ELISAയാണ് കാസറ്റ് ELISA എന്ന് പറയുന്നത്. ഈ ELISA എന്ന് പറയുന്നത് ഒത്തിരി വാരിയസ് ആൻറ്റിജൻ ആൻറ്റിബോഡീസ് ആൻഡ് ഹോർമോണൽ അസേസിൽ ഒക്കെ ഇത് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒന്നാണ്. നെക്സ്റ്റ് വരുന്നതാണ് വൈഡൽ ടെസ്റ്റ്. എൻഡറിക് ഫീവറിൻ്റെ സെറോളജിക്കൽ ഡയഗ്നോസിസിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എംപ്ലോയ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ട്യൂബ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഒരു എൻഡറിക് ഫീവർ സഫർ ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ സെറയിൽ അവർ ഈ ആൻറ്റിബോഡീസിനെ പൊസസ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഈ ആൻറ്റിബോഡീസ് നമ്മുടെ ഈ ട്യൂബ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റിൽ ഉള്ള കിൽഡായിട്ടുള്ള കളേർഡ് സാൽമോണല്ല ആൻറ്റിജൻ്റെ സീരിയൽ ഡബിളിംഗ് ഡയലൂഷനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അഗ്ലൂട്ടിനേഷൻ അവിടെ സംഭവിക്കുന്നു. ഇനി ഇവിടുത്തെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് 4 തരത്തിലുള്ള ആൻറ്റിജനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് സാൽമോണല്ല ടൈഫി O ആൻറ്റിജൻ. സെക്കൻഡ് വൺ സാൽമോണല്ല ടൈഫി H ആൻറ്റിജൻ. തേർഡ് വൺ സാൽമോണല്ല പാരാടൈഫി AH ആൻറ്റിജൻ ആൻഡ് ഓപ്ഷണലി. ഫോർത്ത് വൺ സാൽമോണല്ല പാരാടൈഫി BH ആൻറ്റിജൻ. അപ്പോൾ ഇത്രയും ഈ ഒരു 4 ടൈപ്പുള്ള ആൻറ്റിജൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. Patient serum is doubly diluted by mixing and transferring from 1:10 to 1:640 in 3 to 4 rows. നമ്മളിതിലൊരു 3 to 4 rows ആയിട്ട് ഈ ഒരു പേഷ്യൻറ്റിൻ്റെ സെറം എന്ന് പറയുന്നത് നമ്മൾ ഡബിളി ഡയലൂട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഒരു ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് യൂഷ്വലി കംപ്രൈസസ് ഓഫ് ഫെലിക്സ് ട്യൂബ്. അതായത് ഈ സൊമാറ്റിക് ആയിട്ടുള്ള സാൽമോണല്ല ടൈഫി O ആൻറ്റിജൻ ആഡ് ചെയ്തിട്ടുള്ള ഫെലിക്സ് ട്യൂബുകളാണ് ഫസ്റ്റ് റോയിൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ കംപ്രൈസ് ചെയ്തിരിക്കുന്നത്. ഫോർ ഓൾ ദ റിമൈനിങ് റോസ്, ബാക്കിയുള്ള റിമൈനിങ് ആയിട്ടുള്ള എല്ലാ റോസിലും ഡ്രയേഴ്സ് ട്യൂബുകളാണ് അവിടെ എടുത്തിട്ടുള്ളത്. അതിൽ ഡിഫറെൻറ്റ് ഫ്ലജല്ലാർ H ആൻറ്റിജൻ ആയിരിക്കും അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓരോ ട്യൂബിലും എന്തുണ്ടായിരിക്കും, ഓരോ ട്യൂബും 0.5 ml ഓഫ് ഡൈലൂട്ടഡ് സെറം അതിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കണം. പിന്നെ ഒരു ടെസ്റ്റ് ട്യൂബ് ഉണ്ടായിരിക്കും. എ ടെസ്റ്റ് ട്യൂബ് വിത്ത് ഓൺലി സലൈൻ ഈസ് ക്യാപ്റ്റ് ഇൻ ഈച്ച് റോ ആസ് കൺട്രോൾ. ഓരോ റോയിലും ഒരു കൺട്രോളായിട്ട് ഒരു ടെസ്റ്റ് ട്യൂബ് ഉണ്ടായിരിക്കണം. വിത്ത് ഓൺലി സലൈൻ മാത്രമാണ് അതിൽ ഉണ്ടായിരിക്കാൻ പാടുകയുള്ളൂ. ഓൾ ദ ട്യൂബ്സ് ഇൻക്ലൂഡിങ് കൺട്രോൾ കൂടിയിട്ടുള്ള എല്ലാ ട്യൂബുകളും ഇൻ എ റോ ആർ മിക്സഡ് വിത്ത് 0.5 ml ഓഫ് ആൻറ്റിജൻ സസ്പെൻഷൻ. അപ്പോൾ എന്താ പറയുന്നത്, ഈ കൺട്രോളും അതുപോലെ തന്നെ മറ്റു ട്യൂബുകളും, അങ്ങനെയുള്ള എല്ലാ ട്യൂബുകളിലും, ആ ഒരു റോയിലുള്ള എല്ലാ ട്യൂബുകളിലും ഒരു 0.5 ml ഓഫ് ആൻറ്റിജൻ സസ്പെൻഷൻ അതിൽ മിക്സ് ചെയ്യണം. ദ ഫസ്റ്റ് റോ ഈസ് ട്രീറ്റഡ് വിത്ത് സാൽമോണല്ല ടൈഫി O ആൻറ്റിജൻ. ഫസ്റ്റത്തെ റോ എന്ന് പറയുന്നത് അതിൽ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് സാൽമോണല്ല ടൈഫി O ആൻറ്റിജൻ ആയിരിക്കും. സെക്കൻഡ് റോ ആണെങ്കിൽ അതിൽ വരുന്നത് സാൽമോണല്ല ടൈഫി H ആൻറ്റിജൻ ആണ്. തേർഡ് ആയിട്ടുള്ള റോ ആണെങ്കിൽ ആ ഒരു റോയിൽ വരുന്നത് സാൽമോണല്ല പാരാടൈഫി AH ആൻറ്റിജൻ ആയിരിക്കും. ആൻഡ് ദ ലാസ്റ്റ് വണ്ണിൽ, അതായത് 4ാമത്തെ റോയിലാവുമ്പോൾ സാൽമോണല്ല പാരാടൈഫി BH ആൻറ്റിജൻ ആണ് അതിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ആഫ്റ്റർ ഓൾ ദ ട്യൂബ്സ് ഹാവ് ബീൻ ട്രീറ്റഡ് വിത്ത് സ്പെസിഫിക് ആൻറ്റിജൻ സസ്പെൻഷൻ, the viral rag is placed in a thermostatically controlled water bath maintained at 37 degrees Celsius for overnight incubation. അതായത് നമ്മളിതിലുള്ള എല്ലാ ട്യൂബുകളിലോട്ടും അതിലേക്കുള്ള ഒരു സ്പെസിഫിക് ആൻറ്റിജൻ സസ്പെൻഷനുമായിട്ട് അത് ട്രീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ വൈറൽ റാക്ക് എന്ന് പറയുന്നത് ഒരു തെർമോസ്റ്റാറ്റിക്കലി കൺട്രോൾ ചെയ്തിട്ടുള്ള ആ ഒരു വാട്ടർ ബാത്തിലോട്ട് നമ്മൾ
എന്ത് ചെയ്യുന്നു, അതിലോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ആ വാട്ടർ ബാത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഒരു 37 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. എന്നിട്ട് നമ്മളൊരു ഓവർനൈറ്റ് ഇൻക്യുബേഷനാണ് അവിടെ കൊടുക്കുന്നത്. അനദർ അപ്രോച്ച് ഈസ് ടു ഇൻക്യുബേറ്റ് ദ ട്യൂബ് അറ്റ് 50 to 55 ഡിഗ്രി സെൽഷ്യസ്. ഇനി മറ്റൊരു അപ്രോച്ച്, ഈ ട്യൂബുകൾ തന്നെ ഇൻക്യുബേറ്റ് ചെയ്യാനുള്ള മറ്റൊരു അപ്രോച്ച് എന്ന് പറയുന്നത്, അവിടുത്തെ ആ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 50 to 55 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദെൻ നെക്സ്റ്റ് റീഡിങ് ദ റിസൾട്ട്. ഇനി റിസൾട്ട് നമുക്ക് നോക്കാം. റിസൾട്ടിൽ വരുന്നത് ദ കൺട്രോൾ ട്യൂബ് മസ്റ്റ് ബി എക്സാമിൻഡ് ഫസ്റ്റ്. ആദ്യം നമ്മൾ എക്സാമിൻ ചെയ്യേണ്ടത് അവിടെ വെച്ചിട്ടുള്ള ആ ഒരു കൺട്രോളായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ട്യൂബാണ്. വേർ ദേ ഷുഡ് ഗീവ് നോ അഗ്ലൂട്ടിനേഷൻ. അതിൽ എന്തുണ്ടായിരിക്കില്ല, അഗ്ലൂട്ടിനേഷൻ അവിടെ ഉണ്ടായിരിക്കില്ല. അതൊരു കൺട്രോളാണ്. The agglutination of O antigen appears as a mat or carpet at the bottom. അതായത് ഒരു നമ്മൾ O ആൻറ്റിജൻ വെച്ചിട്ടുള്ള ആ ഒരു ട്യൂബ് എന്ന് പറയുമ്പോൾ അവിടുത്തെ അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്നത് ഒരു മാറ്റ് അല്ലെങ്കിൽ ഒരു കാർപ്പറ്റ്, ഈ ബോട്ടത്തിൽ ഒരു കാർപ്പറ്റ് പോലെ ആയിരിക്കും അവിടെ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് അപ്പിയർ ചെയ്യുന്നത്. ദെൻ അഗ്ലൂട്ടിനേഷൻ ഓഫ് H ആൻറ്റിജൻ ആണെങ്കിൽ അതൊരു ലൂസായിട്ടുള്ള വൂളി ഓർ കോട്ടണി ആയിട്ടാണ് അത് അപ്പിയർ ചെയ്യുന്നത്. പോസിറ്റീവ് റിസൾട്ട് തന്നിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവ് അഗ്ലൂട്ടിനേഷൻ തന്നിട്ടുള്ള ഹയസ്റ്റ് ഡൈലൂഷൻ ഓഫ് സെറമാണ് ഇവിടെ ടൈറ്ററായിട്ട് ഇത് എടുക്കുന്നത്. ഓക്കെ, ടൈറ്ററായിട്ട് എടുക്കുന്നത്. ദ ടൈറ്റർ ഫോർ ഓൾ ദ ആൻറ്റിജൻ ആർ നോട്ടഡ്. എല്ലാ ആൻറ്റിജൻ്റെയും ഈ ഒരു ടൈറ്റർ എന്ന് പറയുന്നത് നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് സ്ലൈഡ് വൈറൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. സ്ലൈഡ് വൈറൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ is the test more popular among diagnostic laboratories as it gives rapid result. ഈ ഒരു സ്ലൈഡ് വൈറൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു റാപ്പിഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇത് തരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഈ ഒരു സ്ലൈഡ് വൈറൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ക്വാളിറ്റേറ്റീവ് ടെസ്റ്റാണ്. ക്വാളിറ്റേറ്റീവ് ടെസ്റ്റിൽ 1 drop of each undiluted patient serum sample for the 4 antigen are placed on a circled card and 1 drop of each of the 4th salmonella antigen are added separately and gently rotated for 1 minute. അതായത് അൺഡൈല്യൂട്ടഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ ഈ 4 ആൻറ്റിജന് വേണ്ടിയിട്ടുള്ള അൺഡൈല്യൂട്ടഡ് ആയിട്ടുള്ള പേഷ്യൻറ്റിൻ്റെ ഈ ഒരു സെറം സാമ്പിൾ നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ഓരോ ഡ്രോപ്പും നമ്മളൊരു സർക്കിൾഡ് കാർഡിൽ നമ്മൾ ഒറ്റിക്കുക, അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് വെച്ചിട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ 4 സാൽമോണൽ ആൻറ്റിജൻസിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ 4 ആൻറ്റിജനും വേണ്ടിയിട്ട് ഇത് ഓരോ ഡ്രോപ്പ് എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഈ ഒരു നമ്മുടെ ഈ അൺഡൈല്യൂട്ടഡ് ആയിട്ടുള്ള പേഷ്യൻറ്റിൻ്റെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊരു ജെൻ്റ്ലി ഇതിനെ ഒരു 1 മിനിറ്റ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക. അപ്പിയറൻസ് ഓഫ് അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് റിസൾട്ടുകളാണ് തരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ടു നോ ദ ടൈറ്റർ ഫോർ ഈച്ച് ഓഫ് ദ ആൻറ്റിജൻ ദ ടെസ്റ്റ് ഈസ് റിപ്പീറ്റഡ് വിത്ത് ഡൈലൂഷൻ ഓഫ് സെറം. നെക്സ്റ്റ് വരുന്നത് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് വൈറൽ ടെസ്റ്റ്. അതിൽ പറയുന്നത് ദ ടൈമിംഗ് ഓഫ് ടെസ്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ടെസ്റ്റിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ആസ് ആൻറ്റിബോഡീസ് ബിഗിൻ ടു അറൈസ് ഡ്യൂറിങ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് വീക്ക്. The titer increase during 2nd, 3rd and 4th week, after which it gradually ഡിക്ലൈൻസ്. അതായത് ഈ ടൈറ്റർ എന്ന് പറയുന്നത് 2nd, 3rd, 4th വീക്കൊക്കെ ആകുമ്പോഴേക്കും അത് ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് വിച്ച് ഇറ്റ് ഗ്രാജുവലി ഡിക്ലൈൻസ്. ഈ ടെസ്റ്റ് മേ ബി നെഗറ്റീവ് ആവാം ഇൻ ഏർലി പാർട്ട് ഓഫ് ദ ഫസ്റ്റ് വീക്കിൻ്റെ ഒരു ഏർലി പാർട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചിലപ്പോൾ നെഗറ്റീവായിട്ട് മാറാം. എ റൈസ് ഇൻ ദ ടൈറ്റർ ബിറ്റ്വീൻ 2 സെറ സ്പെസിമെൻ ഈസ് മോർ മീനിങ് ഫുൾ ദാൻ എ സിംഗിൾ ടെസ്റ്റ്. ഒരു സിംഗിൾ ടെസ്റ്റിനേക്കാളും മീനിങ് ഫുൾ ആയിട്ടുള്ള ഒന്നെന്ന് പറഞ്ഞാൽ 2 സെറ സ്പെസിമെൻസിൽ ഉണ്ടാകുന്ന ആ ഒരു ടൈറ്ററിൻ്റെ വർധനവാണ്. ഇഫ് ദ ഫസ്റ്റ് സാമ്പിൾ ഈസ് ടേക്കൺ ലേറ്റ് ഇൻ ദ ഡിസീസ്. നമുക്ക് രോഗം വന്നതിന് ശേഷം കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഫസ്റ്റ് സാമ്പിൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എ റൈസ് ഇൻ ദ ടൈറ്റർ മേ നോട്ട് ബി ഡെമോൺസ്ട്രബിൾ. അതായത് ചിലപ്പോൾ അങ്ങനെയുള്ള കേസിൽ, അതായത് രോഗം വന്നതിന് ശേഷം കുറച്ച് വൈകിട്ടാണ് ഒരു സാമ്പിൾ എടുക്കുന്നത് ഉണ്ടെങ്കിൽ അവിടെ ഒരു ടൈറ്ററിൻ്റെ വർധനവ് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അതിന് പകരമായിട്ട് അവിടെ ഒരു ഫോൾ ഇൻ ടൈറ്ററാണ് ഉണ്ടാവുന്നത്. എ ടൈറ്റർ ഓഫ് 100 or more
ഫോർ ഓ ആൻറ്റിജൻ ഈസ് കൺസിഡേർഡ് സിഗ്നിഫിക്കൻറ്റ്. അതായത് ഓ ആൻറ്റിജൻ ആണെങ്കിൽ അതിൻ്റെ ടൈറ്റർ എന്ന് പറയുന്നത് 100 അതിൽ കൂടുതലോ ആണെങ്കിൽ അതിനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റുന്നതാണ്. അതേപോലെ എച്ച് ആൻറ്റിജൻ ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 200 എബോ ആയിട്ട് ടൈറ്റർ ആണെങ്കിൽ അതിനെ നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടാണ് എടുക്കുന്നത്. പേഷ്യൻറ്റ് ഓൾറെഡി ട്രീറ്റഡ് വിത്ത് ആൻറ്റിബയോട്ടിക് മേ നോട്ട് ഷോ എനി റൈസ് ഇൻ ടൈറ്റർ, ഇൻസ്റ്റഡ് ദർ മേ ബി ഫോൾ ഇൻ ടൈറ്റർ. അതായത് പേഷ്യൻറ്റ് ഓൾറെഡി ഒരു ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ടൈറ്ററിൽ ഒരു റൈസ് ഉണ്ടാവുന്നില്ല, വർധനവ് കാണാനായിട്ട് പറ്റില്ല. പക്ഷെ അതിന് പകരമായിട്ട് അവിടെ ഒരു ഫോൾ ഇൻ ടൈറ്ററാണ് കാണാൻ പറ്റുന്നത്, അവിടെ ഒരു വീഴ്ച ആണ് കാണാനായിട്ട് പറ്റുന്നത്. പേഷ്യൻറ്റ് ഹു ഹാവ് റിസീവ്ഡ് വാക്സിൻസ് അഗെയിൻസ്റ്റ് സാൽമോണല്ല മേ ഗീവ് ഫോൾസ് പോസിറ്റീവ് റിയാക്ഷൻ. അപ്പോൾ നമുക്ക് ഈ സാൽമോണല്ലയുടെ എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും വാക്സിൻസ് പേഷ്യൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഫോൾസ് പോസിറ്റീവ് റിയാക്ഷൻസ് ആയിരിക്കും കിട്ടുന്നത്. ദിസ് ക്യാൻ ബി ഡിഫറൻഷിയേറ്റഡ് ഫ്രം ട്രൂ ഇൻഫെക്ഷൻ ബൈ റിപ്പീറ്റിംഗ് ദ ടെസ്റ്റ് ആഫ്റ്റർ എ വീക്ക്. ഇപ്പോൾ ട്രൂ അൺട്രീറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ആണെങ്കിൽ അത് എന്താണ് റിസൾട്ട് ആവുന്നത്? ഇൻ റൈസ് ഇൻ ടൈറ്റർ, whereas vaccinated individuals don't demonstrate any rise in ടൈറ്റർ. ഇപ്പോൾ ട്രൂ അൺട്രീറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ഉള്ള ഇതാണെങ്കിൽ അവിടെ ഈ ഒരു റൈസ് കാണാനായിട്ട് പറ്റും, ടൈറ്ററിൽ ഒരു വർധനവ് കാണാനായിട്ട് പറ്റും. പക്ഷേ വാക്സിനേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിലാണെങ്കിൽ അവിടെ ഒരു റൈസും നമുക്ക് ഈ ഒരു ടൈറ്ററിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. Those individuals who had suffered from enteric fever in the past sometimes develop anti-salmonella antibodies during an unrelated or closely related infection. പാസ്റ്റിൽ ഈ എൻറ്ററിക് ഫീവർ സഫർ ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ അവരിൽ ചില സമയത്ത് ഒരു ആൻറ്റി സാൽമോണല്ല ആൻറ്റിബോഡീസ് ആ ഒരു അൺറിലേറ്റഡ് അല്ലെങ്കിൽ ക്ലോസ്ലി റിലേറ്റഡ് ഇൻഫെക്ഷൻ്റെ സമയത്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് ടേംഡ് anamnestic response and can be differentiated from true infection by lack of any rise in titer on repetition after a week. അപ്പോൾ ഇതിന് അനാംനെസ്റ്റിക് റെസ്പോൺസ് എന്ന് പറയുന്നുണ്ട്, ഇതിനെ പറയുന്നുണ്ട്. ആൻഡ് ക്യാൻ ബി, ഇതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്, ഒരു ട്രൂ ഇൻഫെക്ഷൻ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് അവിടെ ഈ ടൈറ്ററിൽ ഒരു വർധനവ് കാണാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് RPR ഉണ്ട്, അതായത് റാപ്പിഡ് പ്ലാസ്മ റീഗെയിൻ. ആ ഒരു കാർഡ് ടെസ്റ്റ് ഉണ്ട്. അതിനുശേഷം നമുക്ക് PCR പഠിക്കാനുണ്ട്. PCR കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു 2 ടോപ്പിക്കും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറോളജിക്കൽ ടെക്നിക്സ് ആ ഒരു സെക്ഷൻ അവസാനിക്കുകയാണ്.